ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുന്നുണ്ട്. ഒരു 1-1.5 മാസത്തിന് ശേഷമാണ് കേട്ടോ ഞാനൊരു ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോണത്. ഇന്നിപ്പോൾ ഞാനും ഏട്ടനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു സ്ഥലം വരെ നിൽക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ പോണ വഴിക്കുള്ള വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഞങ്ങൾ വൈകുന്നേരം ഒരു 4-4:15 സമയത്താണ് പുറപ്പെട്ടത്. ഏകദേശം 60 കിലോമീറ്ററോളം പോകാനുണ്ട്. ഇറങ്ങിയ ടൈമിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നില്ല. അതന്നെ വലിയ കാര്യം. നാട്ടിലത്തെ അത്ര കനത്ത മഴയൊന്നുമില്ലെങ്കിലും ഇവിടെ ഫുൾ ടൈം ഇങ്ങനെ മൂടി കെട്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാവാറുള്ളത്. ചാറ്റൽ മഴ പോലെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ വീക്കെൻഡ് ഗെറ്റവേക്ക് കനകപുര പോവാണ്. ഈ പോണ റൂട്ടൊക്കെ നല്ല ഭംഗിയാണ്. ആ കാണുന്നത് ശ്രീ രവിശങ്കറിൻ്റെ ദി ആർട്ട് ഓഫ് ലിവിങ് ഇൻ്റർനാഷണൽ സെൻ്ററാണ്. പിന്നെ ഈ കാണുന്നത് ഒരു കോളേജാണ്. എനിക്ക് തോന്നുന്നു ദയാനന്ദ് സാഗർ യൂണിവേഴ്സിറ്റിയിൽ വരുന്നതാണ് ഇതൊക്കെ. ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിത് ഈ ഒരു കടയുടെ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം തന്നെ അവർ എനിക്ക് ചക്ക ടേസ്റ്റ് ചെയ്യാൻ തന്നു. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ഇത് കൂടാതെ മാങ്ങയും ഓമക്കായും ചോളം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു പഴുത്ത മാങ്ങ വാങ്ങി കഴിച്ചു. മധുരണ്ട്. ഇത് തോത്താപ്പൊരി മാങ്ങല്ലേ, അത് പഴുത്തതാ. ഉപ്പ് മാങ്ങ ഉണ്ടോ വെച്ചാൽ ഉപ്പുമുളകൊന്നും ഇല്ല. അപ്പൊ പിന്നെ പഴുത്തത് കിട്ടും. കുറച്ച് ചക്കച്ചോളയും വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു. ഇത് ബൈക്കേഴ്സിന് പറ്റിയ റോഡാണ്. ഞങ്ങളും ആദ്യം ബൈക്ക് റൈഡായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മഴ പെയ്ത് ആകെ വലഞ്ഞു പോയാലോ എന്ന് വിചാരിച്ച് ലാസ്റ്റ് കാറിൽ തന്നെ പോവാന്ന് വിചാരിച്ചു. ഇവിടെ ഇത്രയും തെങ്ങുള്ളത് ഇപ്പോഴാണ് കേട്ടോ എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. മഴ ഇല്ലാന്ന് കണ്ടപ്പോൾ വിൻഡോ ഒക്കെ തുറന്ന് ഫുൾ കാറ്റും കൊണ്ട് ചില്ല് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത്. ബാംഗ്ലൂർ സിറ്റിയിലെ ബഹളവും തിരക്കും ഒന്നും ഇല്ലാതെ ഒരു ദിവസം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇവിടെ വില്ലേജ് സൈഡ് എത്തുമ്പോൾ തന്നെ ലാൻഡ്സ്കേപ്പ് എന്ത് ഡിഫറെൻ്റ് ആണെന്ന് ഒന്ന് നോക്കി നോക്ക്. ഞങ്ങൾ സ്റ്റേ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നേയിട്ട് ജമന്തി തോട്ടം കണ്ടു കേട്ടോ. ഫൈനലി നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സ്കൈ ബ്ലൂ ഓർക്കിഡ്സിലാണ് ഇന്ന് നിൽക്കാൻ പോകുന്നത്. അഗോഡയിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അങ്ങനെ അതൊക്കെ അവിടെ സെക്യൂരിറ്റീനെ കാണിച്ച് ഉള്ളിലേക്ക് കയറി. ഇനി നേരെ പാർക്കിങ്ങിലേക്ക് പോയിട്ട് വണ്ടി പാർക്ക് ചെയ്യാം. ഒരു 6:30 സമയത്താണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. വല്ലാതെ ഇരുട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ എത്തിയപ്പോൾ തന്നെ പുറമേ നിന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിസപ്ഷനിൽ ചെന്ന് ഞങ്ങളുടെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാനൊരു സ്റ്റെക്കേഷന് വന്നത് എൻ്റെ ഫ്രണ്ട് അനഘയുടെ കൂടെയാണ്. അതും ഒരു 8-9 മാസം മുന്നേ. പിന്നെ വരുന്നത് ഇത് ഇപ്പോഴാണ്. ഇവർ നമുക്ക് ഇങ്ങനെ ഒരു ബാൻഡ് തരും. ഇത് സൂക്ഷിച്ച് എടുത്ത് വെക്കണം. ഇടയ്ക്കൊക്കെ അവർ ചോദിക്കും. ഇനി നമുക്ക് ബുക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് പോയി നോക്കാം. ഈ ഒരു പരിസരം മൊത്തത്തിൽ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഞാൻ കുറേ നേരമായി നടന്നിട്ട് അങ്ങോട്ട് എത്തണില്ല. ഇത് അത്യാവശ്യം വലിയ പ്രോപ്പർട്ടിയാണ്. പല ടൈപ്പ് സ്റ്റേസ് അവൈലബിൾ ആണ്. ഞങ്ങൾ എന്തായാലും ടെൻറ്റ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ട് ടെൻറ്റ് സ്റ്റേ ഒക്കെ പ്രതീക്ഷിച്ച് വന്നതാ. ഇവിടെ വന്നിട്ട് ടെൻറ്റ് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ ഓൺലൈൻ നോക്കിയപ്പോൾ ഇതിലും എത്രയോ ബെറ്റർ ആയിട്ടുള്ളതാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ഈ കായ കണ്ടോ? ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാനിത് കഴിച്ച് നോക്കിയിട്ടുണ്ട്. ഏകദേശം പാഷൻ ഫ്രൂട്ടിൻ്റെ ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനത്തിനുള്ളത്. ടെൻറ്റ് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പം നമ്മൾ ഇവിടുത്തെ കോട്ടേജസും കൂടെ ഒന്ന് കണ്ടു നോക്കാൻ വേണ്ടി പോവുകയാണ്. അതെന്താവും ഇനി അവസ്ഥ എന്നുള്ളത് അറിയില്ല. റൂമിൽ പോയി കണ്ടത് എന്തായാലും ഓക്കെ ആയിട്ടുണ്ട്. ഇനി അവരുടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കണം. കാരണം നമ്മൾ ടെൻറ്റ് സ്റ്റേ 2 ടൈപ്പ് ടെൻറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. ഗൂഗിളിൽ കാണിച്ചതുപോലെ അല്ല, പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ അതാണ് പ്രശ്നം പറ്റിയത്. ഇതിന് മുന്നേ ഒരു 5-6 വർഷം മുന്നേറ്റ് ഞങ്ങൾ ഊട്ടിയിൽ ചെന്ന സമയത്ത് ഞങ്ങൾ ടെൻറ്റ് സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഏകദേശം അത് പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ എടുത്തത്. പക്ഷേ ടെൻറ്റ് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ തീരുമാനിച്ചു അതിൽ നിൽക്കൽ നടപടിയാവില്ല എന്നുള്ളത്. അങ്ങനെയാണ് റൂമിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത്. അങ്ങനെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ റൂം. ഞങ്ങൾക്ക് 2 പേർക്ക് താമസിക്കാൻ ഇത് ആവശ്യത്തിൽ കൂടുതലുണ്ട്. നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ബാത്റൂമും കാണിച്ചു തരാം. ബാത്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സോപ്പ്, ഷാമ്പു, മോയ്സ്ചറൈസർ, ബ്രഷ്, പേസ്റ്റ്, കോംബ്, ടവൽസ് ഒക്കെ ഉണ്ട്. ഈ മിറർ എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ ഇരിക്കാൻ ഒരു കുഞ്ഞു സ്റ്റൂളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. വിശാലമായ 2 ബെഡുണ്ട്. 2 ഷെയറിംഗ് എന്ന് ചോദിച്ചപ്പോൾ അവർ ഇതന്നെയാണ് കാണിച്ചു തന്നത്. 4 പേർക്ക് കിടക്കാൻ പറ്റും. പക്ഷെ ഇവിടെ 2 ഷെയറിംഗ് എങ്ങനെയാണെന്നാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത്. ടെൻറ്റ് സ്റ്റേയിലായിരുന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് എടുത്തപ്പോൾ ലഞ്ചും ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഗെയിംസ്, ഇൻഡോർ ഗെയിംസ് ഉണ്ട്. പിന്നെ രാവിലെ എണീക്കാൻ മടിയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ 6:30 ആകുമ്പോഴത്തേക്കും ട്രക്കിംഗ് ഉണ്ട്. അതിന് വേണമെങ്കിൽ പോവാം.
ഞങ്ങൾ പിന്നെ അതിനൊന്നും പോകുന്നുണ്ടാവില്ല. രാവിലെ എങ്ങനെ പോയാലും ഒരു 10 മണിക്കല്ലാണ്ട് എണീക്കും തോന്നുന്നില്ല. പെട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണ് പോണത്. ഇപ്പോൾ ഇവിടെ റൂം സെറ്റാന്ന് കണ്ടപ്പോഴേ ഇനിയിപ്പോൾ പെട്ടി വെക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഇത് മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ബ്ലാക്ക് ടീ ബ്ലാക്ക് കോഫി മാത്രമേ കുടിക്കുള്ളൂ. ഏട്ടൻ പിന്നെ പാലിട്ടതൊക്കെ കുടിച്ചോളൂ. കെറ്റിൽ കഴുകാൻ പോയിട്ടുണ്ട് ഏട്ടൻ. എൻ്റെ ബ്ലാക്ക് ടീ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. എന്തായി വീഡിയോസ് എടുത്തിട്ട് ചായയുടെ ചൂട് അങ്ങോട്ട് പോയി. നന്നായി. പക്ഷെ നല്ല ടേസ്റ്റ് പറയല്ല. ചായയൊക്കെ കുടിച്ച് ഫ്രഷ് ആയ ശേഷം ഞങ്ങൾ ഇതിൻ്റെ ചുറ്റോറൊന്ന് കാണാൻ പോവാണ്. ക്യാമ്പ് ഫയറിൻ്റെ സമയവും ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ പക്ഷെ ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ക്യാമ്പ് ഫയറിൻ്റെ അവിടുന്ന് നേരെ സ്വിമ്മിംഗ് പൂളിലേക്കാണ് വന്നത്. എന്താ ടൈറ്റാനിക്കോ? നോക്കട്ടെ. സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഭയങ്കര ഒച്ചപ്പാടും ബഹളമായതുകൊണ്ട് ഞാൻ ഈ ഒരു സ്റ്റേജിൻ്റെ അവിടേക്ക് വന്നു. ഇവിടെ നിൽക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കുറേ വർഷങ്ങളായി സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ടെന്ന്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ. ഞങ്ങൾ ആദ്യം തന്നെ ഹാജരായിട്ടുണ്ട്. വല്ലാതെ തിരക്കാവണതിൻ്റെ മുന്നേ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവർ ഫുഡിന് കൂപ്പൺസ് തരും, അതെടുത്തിട്ട് വന്നാൽ മതി. ഫുഡ് റൂമിലേക്ക് ഓർഡർ ചെയ്യാം. വെജ് ആൻഡ് നോൺ വെജ് ഓപ്ഷൻസ് ഉണ്ട്. ഡിന്നറിന് സൂപ്പ്, റൈസ്, ബിരിയാണി, റൊട്ടി, വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. എനിക്ക് വേണ്ടതൊക്കെ ആദ്യം തന്നെ കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമില്ലാത്ത ചില ഐറ്റംസ് ഒക്കെ ഏട്ടൻ എടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കും. കൊറിയാണ്ടർ സൂപ്പാണ് വേണ്ടേ? ഓക്കെ, അത്രേ ഉള്ളൂ. ടേസ്റ്റ് നോക്കി. പുലാവും പിന്നെ ബേബി കോൺ പെപ്പറും നന്നായിട്ടുണ്ട്. വെജ് ബിരിയാണി അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് പക്ഷെ നന്നായിട്ടുണ്ട്. നോൺ വെജിലെ കുറച്ചുകൂടി വെറൈറ്റി തോന്നുന്നു. നോൺ വെജ് ഞാൻ എടുത്തില്ല. ഫിഷ് ഉണ്ട്. ഫിഷ് മാത്രം എനിക്ക് ട്രൈ ചെയ്യണം. ചിക്കൻ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കഴിക്കുന്നില്ലല്ലോ. ഫിഷ് എനിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. രസവും മീൻകറിയും ചോറും കൂടി മിക്സായിട്ടേ. ചോറ് വൈറ്റ് റൈസ് ആണെന്നേ ഉള്ളൂ. അത് ഏകദേശം നമ്മുടെ നാട്ടിലെ ടേസ്റ്റ്. ഇവിടെ 2-3 പൂച്ചക്കുട്ടികളെയും കണ്ടു. നല്ല ക്ഷമയോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ഫുഡിന്. മധുരത്തിന് സേമിയ പായസമാണ് ഉണ്ടായിരുന്നത്. പായസം എങ്ങനെ ഉണ്ട് ഏട്ടാ? വലിയ സെറ്റപ്പ് ഒന്നുമല്ല. എനിക്ക് കഴിക്കാൻ പറ്റുമോ? പാലിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടോ? ശരിയല്ലേ? അധികം പാലിന് ചവയൊന്നുമില്ലോ. ഞാൻ ഉണ്ടാക്കണതാണോ അതോ ഇതാണോ നല്ലത്? മറ്റേ സെറ്റപ്പ് നമ്മുടെ നീ ഉണ്ടാക്കണത് പറയാണ്ടോ? സൂപ്പർ അല്ലേ? അല്ല, പക്ഷേ എനിക്ക് തന്നെ തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ സേമിയ വരെ അധികം റോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു കുഴക്കുഴ ഫീലിംഗ് ഉണ്ട്. പക്ഷെ കുഴപ്പമില്ല, പാലിൻ്റെ ടേസ്റ്റ് ഈ പറഞ്ഞ മാതിരി ഇല്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയോണ്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടുത്തെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനൊരു വീഡിയോ എടുത്തതാണ്. നല്ല വലിയ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. കാണുമ്പോൾ ഇതിലേക്ക് ഇറങ്ങാൻ തോന്നുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ സമയം കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ പറ്റുകയാണെങ്കിൽ ഇറങ്ങാം. എന്തോ ഗെയിംസ് കളിക്കാൻ തോന്നുന്നു അല്ലേ? കൊള്ളാം. ഇത് റെയിൻ ഡാൻസ് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ലേഡീസിനും ജെൻസിനുമുള്ള വാഷ്റൂം ഇവിടെ തന്നെ ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണിക്ക് 4 മണിക്ക് ഉള്ളിലാണ് റെയിൻ ഡാൻസ് ഉണ്ടാവാറുള്ളത്. ഇൻഡോർ ഗെയിംസിൻ്റെ ഏരിയ ആണിത്. പിള്ളേർക്കും വലിയവർക്കും ഒക്കെ പറ്റിയ പല ഗെയിംസും ഇവിടെ ഉണ്ട്. ഏട്ടൻ്റെ ഫേവറേറ്റ് സ്ഥലം, ഇൻഡോർ ഗെയിംസിൻ്റെ സ്ഥലം. ഫൂസ്ബോൾ ഉണ്ട് ഏട്ടാ, അവിടെ കണ്ടില്ലേ? വീഴോ? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് ട്രൈ ചെയ്യണത്. എനിക്കിതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല. ടേബിൾ ടെന്നീസിലും ഞാൻ പ്രോ അല്ലെങ്കിലും ഇതുപോലെ ബോൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കാൻ അറിയാം. പണ്ടെപ്പോഴും ഏട്ടൻ്റെ ഒപ്പം ടേബിൾ ടെന്നീസ് 1-2 പ്രാവശ്യം കളിച്ചിട്ടുണ്ട്. ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നറിനെ കുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു യമണ്ടൻ പട്ടി എൻ്റെ അടുത്തേക്ക് ചാടി വന്നത്. കുറച്ചു നേരം ഞാൻ സ്തംഭിച്ച് നിന്നുപോയി. എൻ്റെ ജീവൻ പോയില്ലാന്നേ ഉള്ളൂ. ആ കറുത്ത പട്ടി. അയ്യാ,
കുതിര സവാരിക്ക് പോണ കേട്ടാ. കുതിരന്റെ അല്ലേ അത്? എന്താ കുതിര ചിരിച്ചിരിക്കണേ? 32 പല്ലും കാണിച്ചിരിക്കുന്നുണ്ട് കുതിര. കുതിരക്ക് എത്ര പല്ലുണ്ട്? ആസ് എ ഡെന്റിസ്റ്റ് ഞാനത് നോക്കേണ്ടിയിരിക്കുന്നു. ഫോട്ടോസ് എടുക്കാൻ പറ്റി ഈ ഒരു സ്പോട്ട് കണ്ടപ്പോൾ ഞാനും ഏട്ടനും കുറച്ചധികം ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു. കുറേ പട്ടികളുണ്ട് കേട്ടോ. കുറച്ച് പട്ടികളുണ്ട്, സൂക്ഷിക്കണം. ഇവിടെ ചില്ല് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലങ്ങളുണ്ട് കേട്ടോ. നാളെ രാവിലെ ആകുമ്പോൾ വേണം മൊത്തത്തിലൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ. ഇപ്പം ഇരുട്ടായത് കാരണം എല്ലായിടത്തേക്കും അങ്ങനെ പോകാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ ഒരു കഫേ ആണേ. രാവിലെ നല്ല രസം ഉണ്ടാവൂലേ ഇവിടെ വന്നിരിക്കുമ്പോൾ? ഇവിടെ എന്തോ ലയിക്കാൻ തോന്നുന്നു. ഒരു പൂവ് കിട്ടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പൂവ് കിട്ടുമല്ലേ? ഞാനിപ്പോൾ ഇരിക്കണത് ഒരു മരത്തിൻ്റെ ചുവട്ടിലാണ്. കാറ്റ് കൊണ്ടിരിക്കാനായിട്ട് നല്ല സുഖമുണ്ട്. രാവിലെ എന്തായിരിക്കും ഇവിടെയൊക്കെ കാണാൻ എന്നുള്ളത് നാളെ രാവിലെ തന്നെ വന്ന് നോക്കേണ്ടി വരും. പക്ഷേ ഈ രാത്രി കാണുന്ന ആംബിയൻസ് എന്തായാലും രാവിലെ കിട്ടണ്ടാവില്ല. മഴ പെയ്യേണ്ടിരുന്നാൽ മാത്രം മതി. രാത്രിയിലെ സർക്യൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തി കുറച്ച് നേരം സിനിമയൊക്കെ കണ്ടിരുന്നു. പിന്നെ ഇൻസ്റ്റാക്സിലൊരു ഫോട്ടോ എടുത്തു. ഒന്ന് ഫ്രഷ് ആയ ശേഷം കിടന്നുറങ്ങി. ഗുഡ് മോർണിംഗ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. സമയം 9:15 ഇന്ന് വലിയ കാര്യമായിട്ട് മഴയൊന്നും ഇപ്പോൾ കാണാനില്ല. ഇന്നലെ ക്യാമ്പ് ഫയർ നടന്ന സ്ഥലം. ആക്ച്വലി ഇന്നലെ രാത്രി ഒരു 6:30 ആയപ്പോഴാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ കുറച്ച് വെളിച്ചത്തിൽ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഇപ്പോൾ ഒന്നും കൂടെ അടിപൊളിയായിട്ടുണ്ട്. സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ ആൾക്കാരൊക്കെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ടായിരുന്നു എന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോഴാണ് അറിഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി, വട, സാമ്പാർ, ചട്നി, പൊങ്കൽ, ഉപ്മാവ്, കേസരി, ബ്രെഡ് ഓംലെറ്റ്, വാട്ടർമെലൺ ഒക്കെ ഉണ്ടായിരുന്നു. ഫ്രഷ് ജ്യൂസ് ആയിട്ട് മസ്മെലൺ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതും എടുത്തു. ചായയും കാപ്പിയും കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതും ഉണ്ട് കേട്ടോ. മഴ വരുന്നതിൻ്റെ മുന്നേ ഇവിടേക്ക് ഒന്ന് കാണാല്ലേ. ഇവിടെ പലതരം സ്റ്റേസ് അവൈലബിൾ ആണ്. ഇൻഡിപെൻഡൻറ്റ് കോട്ടേജസ്, പൂൾ ഉള്ളതും പൂൾ ഇല്ലാത്തതും ഉണ്ട്. സ്യൂട്ട് റൂം ഉണ്ട്, ലേക്ക് വ്യൂ റൂംസ്, അങ്ങനെ കുറേ ഉണ്ട്. നിലത്ത് മൊത്തം ഞാവൽപ്പഴം വീണ് കിടക്കുന്നുണ്ട്. അയ്യോ, കൊലയായിട്ടുണ്ട്. ഇത് ഞാവൽപ്പഴം തന്നെയല്ലേ? കുറച്ച് ചെറിയ സൈസ് പോലെ ഉണ്ട്. പക്ഷേ എന്തായാലും ഇവിടെ കുറേ വീണ് കിടക്കുന്നുണ്ട്. വേണ്ട, കണ്ടിട്ട് എനിക്ക് ഞാവൽപ്പഴമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മൾ സാധാരണ മേടിക്കണേക്കാളും കുറച്ച് ചെറിയ സൈസാണേ ഉള്ളൂ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ. ഇതൊക്കെ ഒറ്റയ്ക്കുള്ള സ്യൂട്ട് റൂമാണ്. ഗാർഡനൊക്കെ അവർ നന്നായിട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇവിടെ ഇങ്ങനെ ഈ ഒരു പ്രൈവറ്റ് സ്പേസ് ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിലൊക്കെ ഒരു പൂവുണ്ട്, പക്ഷെ വിരിയണേ ഉള്ളൂ എന്ന് തോന്നുന്നു. നമുക്ക് ഉണ്ടോ? ഇത്ര വിരിയുള്ളൂ. ഇത് ഇതാണ് നമ്മൾ ഭാരതപ്പുഴയുടെ അവിടെ കാണാറുള്ള സാധനം. നോക്ക്. ആ, പച്ചയല്ല, കുറച്ചും കൂടെ വൈറ്റിഷ് ആയിരിക്കും അത്. ഇന്നലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ട ആ സംഭവം അതായിരിക്കും. ഇന്നൊന്ന് കയറി നോക്കണം അതിൻ്റെ മേലെ. ഞാൻ മതിൽ ചാടി. വേറെ വഴിയൊന്നും എൻ്റെ കണ്ണിൽ അപ്പം കണ്ടില്ല. ഇന്നലെ ലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ സ്ഥലമാണിത്. വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. നല്ല കാറ്റുണ്ടല്ലേ. ട്രക്കിങ്ങിന് ആൾക്കാർ ഇനി അങ്ങോട്ടായിരിക്കും പോകുന്നുണ്ടാവും, ആ കാണുന്ന മലയ്ക്ക്. ഇവിടുന്ന് കുറച്ചും കൂടിയും കാണുന്നുണ്ട് ലേക്ക്. ശരിയാ, പോവും. ആ
ചെടികളും പൂക്കളും പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ആണെങ്കിൽ പല ടൈപ്പ് ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുമുണ്ട്. കുഞ്ഞു പിള്ളേർക്കൊക്കെ കളിക്കാനല്ലേ? ഞാവൽപ്പഴം തന്നെയാണോ ഇത്? കണ്ടിട്ട് കൺഫ്യൂഷനാണോ? ഭയങ്കര ചെറുതാ. ഞാൻ പണ്ട് പറയണ കേട്ടിട്ടുണ്ട് ഞാവൽപ്പഴത്തിൻ്റെ അതേപോലൊരു സാധനം ഉണ്ട്, അത് പക്ഷെ കഴിക്കാൻ പറ്റില്ല എന്ന്. ഇനി അതാണോ ആവോ? അത് നിറച്ച് നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. ഇന്നലെ രാത്രി ഇവിടെയാണ് ഇരുന്നുണ്ടായിരുന്നത്. പക്ഷെ രാത്രി തന്നെയാണ് കേട്ടോ ഒന്നും കൂടെ കാണാൻ ഭംഗി. ഇവിടെ പുറത്ത് ഞാൻ ലേക്ക് ഇത്ര ശോകമായിരിക്കുമെന്ന് വിചാരിച്ചില്ല. ലേക്കാണോ എന്താന്നുള്ളത് അറിയില്ല. ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാൻ പോവാണ്. ഞങ്ങൾ എടുത്തിട്ടുള്ള സ്റ്റേയിൽ ചില ആക്ടിവിറ്റീസൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അതിലില്ലാത്ത എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുമേ. ഞങ്ങൾ കയാക്കിംഗ് ചെയ്യണ സ്ഥലം ഒന്ന് കാണാൻ പോവാണ് കേട്ടോ. കയാക്കിംഗ് ചെയ്താലോ എന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കാം. പക്ഷെ അവിടെ വരെ പോകണമെന്ന് തോന്നുന്നു. ഞാനിവിടുന്ന് മോന്തെ കുത്തി വീഴും തോന്നുന്നുണ്ട്. വയ്യ, അതുവരെ പോണല്ലേ? ചെറിയ വഴിയാണ്. നോക്കി നോക്കി പോയില്ലെങ്കിൽ താഴെ കിടക്കും. ഇതേ ആ മഞ്ഞപ്പൂവുണ്ട് ഇവിടെ കുറേ. പിന്നെ പണ്ട് പൂക്കളത്തിനൊക്കെ ഇടാറുണ്ടായിരുന്ന ഈ ഒരു പൂവും. കൊള്ളാം. കഷ്ടപ്പെട്ട് അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ആ സമയത്ത് തന്നെ മഴ ഇങ്ങോട്ട് പെയ്തു. ഓടിയാലോ? ഓടാൻ പറ്റില്ല, നടന്ന് നനഞ്ഞു പോവാ. ഓക്കെ, വേറെ വഴിയില്ല. കൊള എടുത്തിട്ടില്ലല്ലോ. നടന്നോ? പാറട്ടിയമ്മ നടന്നോളാ. ഞാൻ പറഞ്ഞത് ശരിയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും മഴ കൊണ്ടിട്ട് പോകണേ. കുറച്ചേരൊക്കെ അവിടെ നിന്ന് നോക്കി. പക്ഷെ മഴ കൂടി വന്നപ്പോൾ തിരിച്ച് പോരേണ്ടി വന്നു. റൂമിലെത്തിയതും ഏട്ടൻ തലയൊക്കെ തോർത്തി ഞാൻ നേരെ കുളിക്കാനും കയറി. കയാക്കിംഗ് എന്തായാലും നടന്നില്ല. നല്ല അടിപൊളിക്ക് മഴ കൊണ്ട സ്ഥിതിക്ക് റൂമെത്തിയതും നല്ലൊരു കുളി പാസ്സാക്കിയിട്ടുണ്ട് ഞാൻ. ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ കിട്ടുന്ന വെള്ളം വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ വെള്ളം വലിയ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ പൊതുവേ കുറച്ച് ഫ്രിസി ഹെയർ ആണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ വെള്ളത്തിൽ കുളിച്ചിട്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയില്ല. ഞാൻ പിന്നെ ഡ്രയറൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കാരണം മുടിയൊക്കെ ഉണക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. ചെറിയ ചെറിയ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട്. പക്ഷെ ഞാൻ എന്തായാലും ഇപ്പോൾ കുട എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് മഴ കൊള്ളാനും ഇനി ഒരു കുളി കുളിക്കാനും വയ്യ. ഈ സ്റ്റെപ്പ് നല്ല മാച്ച് ഉണ്ട്, ഒരേ കളർ, വെള്ളയും നീലയും. എനിക്ക് വേണ്ടി കൊണ്ടുവന്നതല്ലേ, വേറെ ആർക്കോ കൊണ്ടുവന്നതാ. ഞാനത് അടിച്ചു വേണം. തുമ്മിക്കോ? അല്ലല്ല, തോമസേട്ടൻ കൊടുത്തു. വേറെ ആർക്കാ? അയ്യോ, ഇവരുടെ ഡ്രസ്സ് സെയിം നീല. നല്ല മാച്ചാ. ഇത് കിഡ്സിന് കളിക്കാനുള്ള ഏരിയ. ഏട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട സോണാണ് ഇതൊക്കെ. കയാക്കിങ്ങിന് പോകണം എന്ന് ഏട്ടനായിരുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്. അത് നടക്കാത്തതുകൊണ്ട് ഏട്ടൻ ഇവിടെ ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എന്താണെങ്കിലും ചെയ്യണം എന്നായിരുന്നു തീരുമാനിച്ചത്. പറ്റണ പല ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പോഴാണ് ഏട്ടൻ ഒന്നും കൂടെ ഹാപ്പി ആയത്. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ടർക്കിക്കോഴീനെയും ഗിനിക്കോഴീനെയും ഞാൻ കണ്ടു കേട്ടോ. ഇവിടെ ദേ ഈ കാണുന്ന ആക്ടിവിറ്റീസും ഉണ്ട്. ഓരോരുത്തരുടെ താല്പര്യപ്രകാരം ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഏട്ടൻ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഒരു നേരമാവും. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. ഇവിടെ ഒരു പട്ടിയുണ്ട്, നല്ല വലുപ്പമുള്ള പട്ടിയാണ്. ഇതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ പട്ടികളുണ്ട് കേട്ടോ. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചത്. ഹസ്കി അതിന് കെട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ ATV റൈഡ്സും ഉണ്ട്. ഇത് നമ്മൾ പേ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ വന്നതാണ്. ടാറ്റാ.
റൗണ്ട് പോയി വന്നപ്പോഴേക്കും അവിടെ ഉള്ള ആൾ എന്നോട് വേണമെങ്കിൽ പിന്നിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഞാൻ ചാടി കയറിയിരുന്നു. ഏത് നേരത്താണോ എനിക്ക് കുളിക്കാൻ തോന്നിയത്. സാരില്ല, ഏട്ടനെ പോലെ കുളിക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. സാരില്ല, കാലല്ലേ ഇപ്പോൾ കഴുകണ്ടുള്ളൂ. അവിടെ ഗാർഡൻ നനയ്ക്കാൻ യൂസ് ചെയ്യണ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ ഞാനും ഏട്ടനും കാലൊക്കെ കഴുകിയത്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂളിൻ്റെ അവിടെ വന്നപ്പോൾ നല്ല തിരക്ക്. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നിയില്ല. എന്നിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇന്നലെ രാത്രി ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ അത് കാണാൻ ഇങ്ങനെ ഇരിക്കും. ഇത് കഫേയാണേ. കഫേയുടെ സൈഡിൽ ഈ ഒരു സ്പേസ് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാൻ ഒരു പ്രത്യേക സുഖമാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളാൻ. ഏട്ടന് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ ഇവിടെ വന്നിട്ട്? എനിക്ക് ലുക്ക് വൈസ് പൂൾ ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ ആക്ടിവിറ്റീസ് കുഴപ്പമില്ല. ലഞ്ച് ടൈം ആയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഭയങ്കര കൊട്ടും പാട്ടും കേട്ടത്. അപ്പോൾ നോക്കിയപ്പോൾ റെയിൻ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കുളിച്ചുകൊണ്ട് റെയിൻ ഡാൻസിന് പോകാൻ എനിക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കുറച്ച് നേരം പൂളിൽ കാലിട്ടിരുന്നു. പിന്നെ ചെക്കൗട്ട് ടൈം ആയപ്പോഴേക്കും റെഡിയായി പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് റൂമിൽ നിന്ന് പോന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.